ഹായ് അസ്സലാമു അലൈക്കും. റെൽഹ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ഫ്രൈ ആണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പപ്പായ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കളർ, കുറച്ച് അരിപ്പൊടി, കോൺഫ്ലവർ. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് വെക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം വെള്ളമായിട്ട് വരുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ചട്ടി വെക്കാം. ചട്ടി നന്നായി ചൂടാവട്ടെ. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആവട്ടെ. നന്നായി ഫ്രൈ ആവണം. ഫ്രൈ ആവാൻ കുറച്ച് പണിയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓമക്കായ ഫ്രൈ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേപ്പിൻ്റെ ഒരു 2 ഉണക്കമുളകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കേ.